പറമ്പിലെ ഔഷധ സസ്യങ്ങളുടെ പെരുമ വിളിച്ചറിയിക്കുന്നതായി. ചൊറിയണത്തിന്റെ ഇല കൊണ്ടുള്ള ഫ്രൈ, പ്ലാവില നുറുക്കിയ തോരൻ, പാവയ്ക്കയില വറുത്തെരിശ്ശേരി, മഷിത്തണ്ട് സാലഡ്, പാവയ്ക്കയില ഇഞ്ചിത്തൈര്, ചൊറിയണം സ്റ്റ്യൂ, കാട്ടുചീരയും കടലയും ഇട്ടുള്ള കറി, പനച്ചിയില ചമ്മന്തി, പ്ലാക്കാടിയില പരിപ്പുകറി, വാഴച്ചുണ്ട് പച്ചടി, ചേമ്പില തണ്ട് അവിയൽ എന്നിങ്ങനെ സർവം ഔഷധ സസ്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങൾ. ചോറിനൊപ്പം ഇവയും ചേർത്തു വിളമ്പിയപ്പോൾ ആസ്വദിച്ചു കഴിക്കാൻ നമ്മുടെ ബഹുമാന്യ നിയമസഭാ സാമാജികരും മന്ത്രിമാരും എത്തി. ഡോക്ടർ സജീവ് കുമാർ നല്ല ആതിഥേയന്റെ റോളിൽ തിളങ്ങി. ഇടയ്ക്ക് ഓരോ വിഭവത്തിന്റെയും ഔഷധ ഗുണം ചോദിച്ചറിയാനും MLA-മാർ മറന്നില്ല. പ്രകൃതിയിലേക്ക് മടങ്ങിയുള്ള പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള നമ്മുടെ കേരളത്തിൻ്റെ പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണക്രമത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായി എനിക്കിതിന് തോന്നുന്നു. KTDC മാത്രമല്ല, ടൂറിസം ഡെസ്റ്റിനേഷനുകൾ, അത്തരം കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയും. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സീസണുകളിൽ സാർവത്രികമായി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഈ വിഭവം ഇങ്ങനെ എത്തിച്ചു കൊടുക്കാൻ കഴിയുമെന്നറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ധാരാളം മേഖലകളിൽ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള അവരെ കൂടി പരിചയപ്പെടുത്തിയാൽ അത് പ്രൊമോട്ട് ചെയ്ത് പോകാൻ കഴിയും. അത് ആരോഗ്യമുള്ളൊരു തലമുറയ്ക്കും അതോടൊപ്പം തന്നെ ആരോഗ്യകരമായൊരു ജീവിതത്തിനും ഇന്ന് അനുഭവപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ളൊരു മോചനത്തിനും എല്ലാം സഹായകമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പഴയ കാലത്ത് നമ്മുടെ പഴയ തലമുറ ഈ ഇലകളും മറ്റ് ഭക്ഷണക്രമങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. അത് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായിരുന്നു. ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നു. കണ്ടെത്തപ്പെട്ട എല്ലാ ഇലകളും അതിൻ്റെ ഔഷധ ഗുണമുള്ള സീസണുകളിൽ, ഓരോ ഇലയ്ക്കും ഓരോ സീസണുണ്ട് എന്നാണ് വിചാരിച്ചിരുന്നത്. ആ സീസണുകളിൽ അത് പ്രയോജനപ്പെടുത്തുന്ന രീതി നമ്മുടെ മുത്തശ്ശിമാർക്കും മറ്റുള്ളവർക്കൊക്കെ പരിചയമുണ്ടായിരുന്ന രീതിയാണ്. അത് കഴിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. കാരണം കേരളീയ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാദറിഞ്ഞ് കൈവിരലുകൾ ഉപയോഗിച്ച് കഴിക്കുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് ആളുകൾ മടങ്ങി വരുന്നുള്ള വിദേശികൾ ഉൾപ്പെടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണ രീതി, നമ്മുടെ നാടിൻ്റെ ഭക്ഷണ രീതി ഏത്, അത് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. നിയമസഭാ സാമാജികർക്ക് ഇലയിൽ വിളമ്പിയ ഈ ഔഷധ സദ്യ നമ്മുടെ പണ്ടത്തെ പ്രകൃതി ഭക്ഷണ രീതിയുടെ ഓർമ്മപ്പെടുത്തലായി. ഒപ്പം ആഹാരം ഔഷധമാണ് എന്ന ഓർമ്മപ്പെടുത്തലുമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഔഷധ സദ്യ ആസ്വദിക്കാൻ എത്തിച്ചേർന്നു. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, നിയമസഭാ സ്പീക്കർ ശ്രീ ശ്രീരാമകൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായി. തീർച്ചയായിട്ടും ഇത് അനുവദിക്കുന്നതിന് മുൻപ് ഞാൻ ഡോക്ടർ സജീവുമായിട്ട് സംസാരിച്ചിരുന്നു. ഇത് ആളുകൾ സ്വീകരിക്കുമോ, സാമാജികരുടെ ഒരു ഉച്ചഭക്ഷണമാക്കുന്നതിനോ അവർക്ക് പിന്നീട് എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയേണ്ടത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂർണ്ണമായിട്ട് ആസ്വദിക്കുന്ന അനുഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ അനുവാദം കൊടുത്തത്. അപ്പോൾ അത് വളരെ ശരിയായിരുന്നു. നല്ല അനുകരണീയമായ മാതൃകയാണ്. ഞാൻ നിയമസഭയിൽ തന്നെ അനൗൺസ് ചെയ്യുകയുണ്ടായി.